ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സൂപ്പർ മേക്കപ്പ് ലുക്കാണ്. സോ ഈ ഒരു ലുക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫേസ് തന്നെ നമുക്ക് ഫേസിൽ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്തു. ഞാൻ പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ലിപ് ബാമാണ്. ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു കിടിലം ലിപ് ബാമാണ്. നമ്മുടെ ലിപ്സിന് നല്ലൊരു മോയ്സ്ചർ എപ്പോഴും ഉണ്ടാവും ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സോ ദാറ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഞാൻ ടോണർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കിട്ടും. ഓക്കെ, സോ അങ്ങനെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. മോയ്സ്ചറൈസറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ട് സെയിൽ നടന്നപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഇതിൽ കാണിക്കും. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ട് എങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയും. സോ നമുക്കിപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. സോ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. സോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് റേറ്റിംഗ്സും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ. ഒരുപാട് റേറ്റിംഗ് ഒക്കെ കണ്ട് ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റാണ്. സോ നമുക്കിതിലൊരു സ്പൂല് ഇതിൻ്റെ ഒപ്പം കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കൈ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, പകരം ഈ സ്പൂല് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര ക്യൂട്ട് പാക്കിംഗ് ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫേസിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എൻ്റെ ഫേസിൽ കിട്ടുന്നുണ്ട്, നല്ലൊരു റിഫ്രഷ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കണ്ടിന്യൂസ് യൂസ് കൊണ്ട് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. സോ ഞാനങ്ങനെ ഫേസ് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് യൂസ് ചെയ്ത് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ സാധാരണ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്രിജീനയുടെ സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് ഫുള്ളായിട്ട് ഞാൻ നെക്കിലും കൂടെ നന്നായിട്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കാതിലും, അതായത് സൺ എക്സ്പോഷർ ഏൽക്കുന്ന എല്ലാ ഭാഗത്തും ഞാൻ സാധാരണ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാര്യം ഞാൻ പറയട്ടെ ഗൈസ്, നേരത്തെ യൂസ് ചെയ്ത ആ ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം എൻ്റെ ഫേസിൽ കൈ തൊടുമ്പോൾ സൂപ്പർ സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന ടൈം നല്ല രീതിക്ക് മസാജ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഫേസിൽ. സോ ദാറ്റ് അതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. സോ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാർസിൻ്റെ പോർ ക്യൂർ പ്രൈമറാണ്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞത് കൊണ്ട് റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ട് സെയിൽ നടന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് മാർസിൻ പോർ ക്യൂർ പ്രൈമറാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് നല്ല ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് തന്നെ റീപർച്ചേസ് ചെയ്തതും. സോ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. ഭയങ്കര ജെൽ കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇത്. ഫേസ് ഫുള്ളായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ എത്രയൊക്കെ പോർസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഒന്ന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഫിനിഷിങ് നമുക്ക് തരാൻ നമ്മൾ ഈ ഒരു പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഞാൻ എന്താ ഫേസിൽ നന്നായിട്ട് പ്രൈമർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൺസീലറാണ്. എൻ്റെ കൺസീലർ കയ്യിലുണ്ടായിരുന്നത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് റീപർച്ചേസ് ചെയ്തൊരു ഐറ്റമാണ് മെബിലിൻ്റെ കൺസീലർ. ഫ്ലിപ്കാർട്ട് സെയിലിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചതാണ്. ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ടൈം മേടിച്ചതാണ്. ഈ ഒരു കൺസീലർ നെക്സ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇത് അൺബോക്സ് ചെയ്തതും. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി കുറച്ചൊന്ന് പാടുപെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് കൺസീലർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മുടെ ആ ഒരു
കൺസീലർ എത്തത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എത്തിയിട്ടുണ്ട്, നന്നായിട്ട് എത്തിയിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് ഞാൻ കണ്ണിൻ്റെ ലോവർ പോർഷനിലും ഒന്ന് നോസിൻ്റെ ഏരിയാസിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ആക്കുന്നത്. ഓക്കെ, സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം എൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്യുന്ന രീതിക്ക് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അവിടെ ഞാൻ കൂടുതലായിട്ട് ഫുൾ ഒന്ന് കവറൊന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ കുറച്ചൊന്ന് ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. ഇത് ഫേസ് സ്കാനഡിയുടെ ഫൗണ്ടേഷനാണ്. കുഴപ്പമില്ല, അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൽ 3-in-1 ഫൗണ്ടേഷനാണ്. ഇത് വന്നിട്ട് ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരുമിച്ചിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെറ്റ് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ആൻഡ് ഒന്ന് ഈവൻ ടോൺ ആക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ ബനാന പൗഡറാണ്, അത് ഇൻസൈറ്റിൻ്റെ ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റിംഗ് പൗഡറായിട്ട്. അത് ഇത്തിരി എനിക്ക് നല്ല പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഫേസിൽ ബനാന പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സൈഡിൽ മിറർ വെച്ചിട്ടുണ്ട്, അതാണ് സൈഡിലോട്ട് ഞാൻ നോക്കുന്നത്. സോ അങ്ങനെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്ത് ഐ ഷാഡോ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റ് ഷെയ്ഡേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഐ ഷാഡോ ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തത്. സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ എന്ന് പറയുന്നത് ഞാൻ തന്നെ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ട് സെയിൽ പറഞ്ഞതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള ഒരു ഗ്ലാം 21 എന്ന് പറയുന്ന ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ ആണ്. അപ്പോൾ ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ട് പാക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് വശത്ത് നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഒരിടത്തെ പാർട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഐബ്രോ പൗഡറാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോവർ പാർട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ഐലൈനർ കാണാൻ പറ്റും. കളർ വൈസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് ജെറ്റ് ബ്ലാക്ക് കളറാണ് ഗൈസ്. സോ ഞാൻ ഫൈനലി എൻ്റെ കണ്ണിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കുറച്ച് നമ്മുടെ നോർമൽ ഐലൈനർ വരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ടഫായിട്ട് തോന്നി വരയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹെയറിൽ ഫുള്ളായി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദിസ് ഇസ് ലോങ് ലാസ്റ്റിക് ആൻഡ് വാട്ടർ പ്രൂഫ്. ബിക്കോസ് ഞാൻ തുടച്ചിട്ട് പോലും വരുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഐലൈനർ ഒന്ന് വരയ്ക്കാം. ഞാനിങ്ങനെ ചേർന്ന് വന്നിരുന്ന് വരയ്ക്കുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. നമ്മുടെ നോർമൽ ലൈനർ ആണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും കംഫർട്ടായിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് ജെൽ ലൈനർ എൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർന്ന് വന്ന് കെയർ ആയിട്ട് വരയ്ക്കുന്നത്. നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ട്. ഒക്കെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്ക് എനിക്ക് ഈ ഒരു ഐലൈനറിൽ നിന്നും. സോ ഇത് ഭയങ്കര സൂപ്പർബ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. ബിക്കോസ് വർത്ത് ആണ് ഗൈസ്. ഇത്രയും ക്യാഷ് അഫോർഡബിൾ ആണ്. ആൻഡ് ഓൾസോ ഒരു 250 സംതിങ്ങിൻ്റെ അകത്തേ ഉള്ളൂ റേറ്റ് വന്നിട്ട്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഈ സൂപ്പർ. നമുക്ക് അറ്റ് ദ സെയിം ടൈം രണ്ട് പേർപ്പസിന് യൂസ് ചെയ്യാം. നമ്മുടെ ഐബ്രോസിനും ഐലൈനറുമായിട്ട് നമുക്ക് വേറൊരു പ്രോഡക്റ്റും വേണ്ട. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതി. ഓക്കെ, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയാൻ കാരണം കുറച്ച് പ്രോഡക്റ്റ് എൻ്റെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. മായ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി ഗൈസ്. സോ അത് ഓഫ് കോഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ ഞാൻ മെബലിൻ്റെ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ മസ്കാരയാണ്.
മസ്കാര അപ്ലൈ ചെയ്ത് പോകും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ചെറുതായിട്ടൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്തു. എക്സസ് ആയിട്ടുള്ള ലിപ് ബാം ഒന്ന് നമുക്ക് തുടച്ച് കളയാം. സോ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്ക്. ഇത് വന്നിട്ട് മെബിലിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. യുനോ ഗൈസ്, എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേർന്ന് പോകുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. നമ്മുടെ ലിപ്സിൽ ഇടുമ്പോൾ തന്നെ നല്ലൊരു പിഗ്മെൻറ്റേഷൻ, നല്ലൊരു കളർ നമ്മുടെ ചുണ്ടിന് കിട്ടും. മാത്രമല്ല നമ്മൾ ഒരു മേക്കപ്പ് യൂസ് ചെയ്യാതെയും ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ആക്കി കഴിഞ്ഞാൽ സീരിയസ്ലി നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഫേസ് ഒരു 1 to 2 ഷെയ്ഡ് ബ്രൈറ്റ് ആകുന്നത് പോലെ നമുക്ക് ഫീൽ ആകുന്നത് മാത്രമല്ല, റിയൽ ആയിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം നല്ലൊരു ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണിനും ചേർന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഷെയ്ഡിനെ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഗൈസ്, ഒരു 24 hours എന്തായാലും ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു 4 to 5 hours കഴിയുമ്പോൾ ഒന്ന് റീ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഇതൊന്ന് ഫെയ്ഡ് ആവും. അങ്ങനെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ചീകി വെക്കുവാണ്. എൻ്റെ ഹെയർ എങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് നല്ല കോംബ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഓപ്പൺ ഹെയർ ഇടാമെന്ന് വിചാരിച്ചു. സോ യാ, നമുക്ക് ഫൈനലി ഒരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ കൂടെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫേസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. യാ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സോ ഈ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നത് വരേക്കും ബൈ.